ഹായ് സുഹൃത്തുക്കളെ, അപ്പം എല്ലാവർക്കും ATRലേക്ക് സ്വാഗതം. അപ്പം ഞാനും വിഷ്ണുവിടെ രാവിലെ ഇപ്പം 5:30 ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ മലമേൽപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോവുകയാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 28 കിലോമീറ്ററാണ് ഉള്ളത്. അപ്പോൾ ബാക്കി വിഷയം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. രാവിലത്തെ നമ്മുടെ പാരിപ്പള്ളിയാണ് ഈ കാണുന്നത്. ആരും ഇല്ലടാ റോട്ടിലൊന്നും, ഒരു മനുഷ്യനില്ല. പാലം വന്നോടെ പോകുമ്പോൾ തിരക്കൊന്നുമില്ല. മറ്റത് ഇവിടെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. പാരിപ്പള്ളി ഉറങ്ങിയടേ. ചാത്തന് ബസ് സ്റ്റാൻഡിൽ ഇടത്തോട്ടുള്ള വഴിയാണ് ഇപ്പോൾ പോകുന്നത്. അങ്ങനെ വിഷ്ണു പോകണേ മാപ്പൊക്കെ നോക്കിയാണ്. എത്ര കിലോമീറ്റർ ഉണ്ട് വിഷ്ണു? നമ്മളവിടെ നിന്നാണ് 28 കിലോമീറ്ററാണ് കാണിച്ചത്. ഇവിടെ എത്ര കിലോമീറ്റർ എന്ന് അറിയാൻ വയ്യ. രാവിലെ പോണ വഴിക്ക് കണ്ട ചെറിയൊരു പാലമുണ്ട്. ഹായ് സുഹൃത്തുക്കളെ, നമ്മളങ്ങനെ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു മുട്ട ആല് പോണ്ടുണ്ട. ഇതാണ് ആ വഴി, അങ്ങോട്ട് കയറി പോകാനുള്ള വഴി. ഇതിനകത്ത് മണ്ണ് നിറച്ചിട്ട് അതിനകത്ത് തുളസി അട്ടേക്കുന്നത്. കൊള്ളാടി, നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. നല്ല സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലം. നോക്കിയാണെങ്കിൽ കിടിലൊരാല്. ആ കാണുന്നതാണെന്നൊന്ന് അമ്പലം. അതിൻ്റെ മേലോട്ട് കയറി പോകണം. പറഞ്ഞോ, ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയച്ചാൽ മതി. ടൂറിസത്തിൻ്റെ നല്ല കാണാൻ ഭംഗിയുള്ള ഒത്തിരി കാഴ്ചകളുണ്ട്. വെറൈറ്റി പാറകളുണ്ട്. ഉറപ്പാറ എന്ന് പറയുന്നത്, പിന്നെ ഗോളാകൃതിയിലിരിക്കുന്ന പാറകൾ. അങ്ങനെ വളരെ തൊട്ടടുത്ത് തന്നെ അല്ലേ? തൊട്ടടുത്ത് നല്ല ഭംഗിയാണ്. ഒരുപാട് പ്രദേശങ്ങളെ വ്യൂ ചെയ്ത് കാണാം അവിടെ. ഏകദേശം 5 പ്രദേശം വരെ നമുക്ക് അവിടെ നോക്കി കാണാൻ പറ്റും. ഭയങ്കര നല്ല റൗണ്ടിൽ ചുറ്റി കാലത്തൊന്നും. ഇവിടെ അടുത്തുള്ള തന്നെ സ്റ്റുഡിയോ ആണല്ലേ? ഇപ്പൊ ഇവിടെ ഫോട്ടോഷൂട്ടിന് വന്നേനെ. ഓക്കെ, നമ്മളിപ്പോ ഈ സ്റ്റെപ്പ് ഇതിനൊക്കെ കല്ലി കൊത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ സംഭവം ഉണ്ടോ? സ്റ്റെപ്പ് പൊടിയാണൊക്കെ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ അമ്പലം എത്തിയിരിക്കുകയാണ്. ഇവിടെ സൂപ്പർ കൊന്ന ഇങ്ങനെ പൂത്ത് ഇപ്പോണ്ട്. ഉണ്ടോ? ഇപ്പുറത്തോട്ടുണ്ട. ഏതാ വിഷ്ണു? അവിടെ സൂര്യ ഉദിച്ച് വരുന്നേ ഉള്ളൂ. അങ്ങനെ പോളി. ആണ്ട ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടാ. നോക്കിയാണി ആ കിടിലോടാ വിഷ്ണു. വാവ്, എടാ മോനെ, പൊളി സ്ഥലോടാവോ. ഇവിടുന്ന് താഴോട്ട് പോയാൽ പണിയാണ് കേട്ടാ. നോക്കിയാണി, വാ, കയറി നിന്ന് കഴിഞ്ഞാൽ തന്നെ അങ്ങ് പോകും കേട്ടാ. വാ, കിടിലല്ലേ? ഇഷ്ടപ്പെടാടാ? ഇപ്പൊ അങ്ങോട്ട് മേലോട്ട് കയറി പോയി നോക്കാം. ബാ, മഴയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ മഴയത്തൊന്നും ഇവിടെ തന്നെ വീടാ. കാരണം നമുക്ക് നല്ല താഴ്ച കണക്കാണ് കിടക്കുന്ന കേട്ടാ. മഴയത്തോടെ ഭയങ്കര ഡേഞ്ചറസ് ആണ്. പോലെ അവിടെ മഞ്ഞാണ് എന്താണെന്ന് അറിയാം. ഇതിന്റെ മണ്ടേ നോക്കിയാനി കീഴിലെ സ്ഥലം അല്ലേ? രാവിലെ ഇവിടെ അവിടെ നോക്കടാ, അപ്പുറത്ത് ഇങ്ങോട്ട് നോക്കി നോക്കി. അത് മഞ്ഞ് കിടക്കുന്നല്ലേ? എനിക്കൊന്ന് വല്ലഭകുന്നിനെയും കാട്ടിയും കിടില കിടന്നു തോന്നല്ലേ? നല്ല കാറ്റും ഉണ്ടല്ലോ വിഷ്ണു. അത് റബ്ബറും കാടാണ്. അതുപോലെ ഫ്രണ്ടൊക്കെ വരുന്നത്. അതിന് അകത്തോട്ടൊന്നും വീഡിയോ ഒന്നും എടുക്കുന്നില്ല നമ്മൾ. അപ്പം അല്പം കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് വീഡിയോ എടുക്കാം. കൊള്ളാം അവിടെ വിഷ്ണു? കുഴപ്പമില്ല. ആ സൂര്യൻ കൊള്ളാലോ. ഫോട്ടോഗ്രാഫറാണ് കേട്ടാ. ഫോട്ടോ ഇറാ എന്ന് പറഞ്ഞ കിടക്കുക. ഇത് നോക്കിയാണ് വിഷ്ണു കയറിപ്പോണണ്ട. തൊട്ട് മേലിൽ സൂര്യനെ പിടിക്കാൻ പാടാ വിഷ്ണു നീ. നോക്കിയാണി പക്ഷെ ഒരു 10 മണിക്കൊക്കെ ഇവിടെ വരികയാണെങ്കിൽ വെയിൽ കൊണ്ട് പാറ പഴുത്ത് കിടക്കുമ്പോഴൊക്കെ ഒന്ന് ചവിട്ടി കഴിഞ്ഞാൽ പിന്നെ ചവിട്ടേണ്ടി വരത്തില്ല. ഇത് കൊള്ളാല്ലേ, കല്ല് വിരിച്ചേക്കുന്ന ഇങ്ങനെ. വിഷ്ണുവോടൻ തൊഴുകയാണ്. അതിന് ശേഷം തിരിച്ചിറങ്ങി പോവുകയാണ്. കണ്ട, തിരിച്ചിറങ്ങി പോകണണ്ട. സൈഡിൽ കമ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് അപ്പുറത്തോട്ട് വലത്തോട്ട് കിടക്കുന്ന വഴി കൂടെ പോയി കഴിഞ്ഞാൽ അപ്പുറത്തെ കിടിലെ വ്യൂ ആണെന്നാണ് പറയുന്നത്. ഇപ്പം ആ പുള്ളി നേരത്തെ പറഞ്ഞ കേട്ടില്ലേ? അപ്പം നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. എങ്ങനെയുണ്ടാ വിഷ്ണു? അപ്പുറത്ത് ഞാൻ പറയാം, ആ പുള്ളി പറഞ്ഞ അപ്പുറത്തെ കിടിലം സ്ഥലമാണ് നമ്മളെ ഈ ചടയമംഗലം പാറയൊക്കെ കടാന്ന് പറഞ്ഞ് ആ സൈഡിൽ പോയി നിന്ന് കഴിഞ്ഞാൽ. നമ്മളങ്ങനെ അമ്പലത്തിന് തൊട്ടപ്പുറത്തുള്ള
ടൂറിസത്തിൻ്റെ സെൻറ്ററിലോട്ട് വന്നേക്കാണ്. മലമേൽ ടൂറിസം ഓഫീസ് ബിൽഡിംഗ് കാണാം. ഇവിടെ ആരും കാണുന്നില്ലല്ലേ. 6 മണി തൊട്ടുണ്ട് കേട്ടോ, 6 AM to 7 PM ടിക്കറ്റ് വരുന്നത്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ പോയാണ്. അത് കൊള്ളാമല്ലടാ വിഷ്ണു. ആദ്യമേ അവിടെ പോയാൽ വെയിൽ കുറവായിരിക്കും എന്ന് പറയുന്നത് കേട്ടോ. പക്ഷേ ഇതിവിടെ രാവിലെ 6 മണിയിൽ തുറക്കും കേട്ടോ. ഇവിടെ ഇരിക്കാൻ ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. മലമേൽ നമ്മൾ രാവിലെ വന്നതുകൊണ്ട് ഇപ്പോൾ ഏകദേശം 7 മണിയൊക്കെ ആയതേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എന്ന് വെച്ചാൽ വെയിലില്ല. അതേസമയം ഇപ്പോഴത്തെ ചൂടനുസരിച്ചാണെങ്കിൽ ചൂട് കഴിഞ്ഞൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പാറ മണ്ടലും കയറാൻ പറ്റത്തില്ല. മാത്രമല്ല ഈ വെയിലും കൂടെ നടക്കാനും പാടായിരിക്കും. അതുകൊണ്ടല്ല അതിൻ്റെ മണ്ടയിലാണ് അതിൻ്റെ മണ്ടയിലാണ് വ്യൂ പോയിൻ്റ്. അവിടെ ഒരു ടവർ കണക്കെ സാധനം നിൽക്കുന്നുണ്ട. നമ്മൾ അതിൻ്റെ മണ്ടയിലാണ് കയറി പോകേണ്ടത്. എടാ ഇവിടെ കിടിലം ക്ലിയർ ഉണ്ടടാ. കുടപ്പാറ അവിടെ ഇഷ്ടംപോലെ ക്ലിയർ അറിയുന്ന നാട്ടല്ലേ. ഇതുവഴി തന്നെ കയറി പോകണം. അവിടെയാണ് നല്ല കിടിലം വ്യൂ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് കൊച്ചു കുരുവികൾ ഇതിനകത്ത് ഇഷ്ടം പോലെ ഉണ്ട് ഇടയിൽ ചെടിക്കകത്തൊക്കെ. അതുകൊണ്ട് ഇതുവഴി ഇറങ്ങി പോകണം. ഇറങ്ങി തോണ്ട് അങ്ങോട്ട് അതുവഴി കയറി അതിനെ മണ്ടേ ചെല്ലണം. ഇതാണ് നാട് കാണിപ്പാറ കേട്ടാ. റിസ്ക് ആടെ കയറി പോണത്. അതിൻ്റെ മണ്ടേ കയറി ശേഷം കാണിച്ചു തരാം. ഇവിടെ കല്ലൊക്കെ ഒരുമാതിരി കിടക്കുകയാണെങ്കിൽ വീഡിയോ എടുത്തിട്ട് കയറി കഴിഞ്ഞാൽ എൻ്റെ ഒരു തീരുമാനമാവും. അപ്പോൾ അവിടെ ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയത് കയറി പോകണണ്ട. കല്ലുകൾ ഇങ്ങനെ പാടായിരിക്കുക, സൂക്ഷിച്ച് കയറി പോകേണ്ടതായിട്ടുണ്ട്. ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. നാട് കാണിപ്പാറ മണ്ടേന്നുള്ള വ്യൂ ആണ്. എടാ വിഷ്ണുവേ, സുഭാഷേ നീ എവിടെ പോയി? ഇതുണ്ട ഇറങ്ങി പോണേക്കെ ഡേഞ്ചറസ് ആണ്. നേരെ വെച്ച് സൂക്ഷിച്ചിറങ്ങില്ലേ കണ്ടേ. അവൻ കയറി വരുന്ന നോക്കിയാ നീ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലല്ലേ. നമ്മൾ വഴി തെറ്റിയാടാ നമ്മൾ. അയാൾ പറഞ്ഞു പിന്നെ ആ ടവറിൻ്റെ അവിടെയാണ് നല്ല വ്യൂ. നമ്മളിൻ്റെ മണ്ടേ കയറുന്നത് ചെറുതായിട്ടൊന്ന് വഴി തെറ്റിയോ എന്നൊരു ഡൗട്ടുണ്ട്. ഇല്ലേ? അല്ല അപ്പുറത്തൂടെ ഇല്ല വഴിയൊക്കെ അല്ല ഇത് വഴി തന്നെ. സാഹസികതയൊക്കെ കാണിക്കാനാട്ടാ. അതുകൊണ്ട് ഈ ഇടുക്കിൻ്റെ ഇടയിൽ കൂടെ എടാ കയറിപ്പോണ വഴി തന്നെ അത് തന്നെ. അത് സൂക്ഷിച്ചു പോവാ. ഇടയണൊക്കെ വല്ല കുറച്ച് മഞ്ഞുവൽ ബോയ്സ് ആക്കരുത് നീ. കറക്റ്റ് സ്ഥലം തന്നെ. അങ്ങനെ നമ്മളെ എൻഡ് കണ്ടെത്തിയിരിക്കുകയാണ്. ഇതിന് മേളിലാ. ഓ റിസ്ക് ആണ്. എന്തായാലും ഞാനും കൂടെ എൻ്റെ മണ്ടലോട്ട് വലിഞ്ഞു പിടിച്ച് കയറട്ടെ. ഈ ഇടുക്കിൻ്റെ ഇടയിൽ കൂടെയാണ് കയറി വന്നാണ്ട. ഇടുക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ കയറി വരുമ്പോൾ എന്താണ്ടേ മേലെത്തിയില്ല. ഇതിൻ്റെ മണ്ടേ ഒരു മരമൊക്കെ ഇപ്പോൾ ഉണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടാ. വാ കേടില്ല സ്ഥലമാണ്. ക്ഷീണിച്ചിവിടെ ഇരിക്കുകയാണ്. എന്തായാലും മണ്ടലോട്ട് കയറിയിട്ട് കാണാം നമുക്ക്. പക്ഷേ ഇച്ചിരി റിസ്ക്കാണ്. ലേഡീസിനൊക്കെ പറ്റുമെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. അടുത്തായിട്ട് നമ്മൾ കുടപ്പാറ കാണാൻ പോയത്. കുടപ്പാറ താഴോട്ടാണെന്ന് തോന്നുന്നത് വിഷ്ണു. ഏത്? ഇല്ല ഞാവല. ഓ നിന്റെ തരം ഇതാണ് ഞാവൽപ്പഴമെന്ന്. ഓഹോ ഇതാണാ? ഇഷ്ടം പോലെ ഉണ്ടല്ലേടാ. പിടിച്ചിട്ടൊന്നുമില്ലല്ലേ? ഓ ഓ അല്ലെങ്കിൽ വല്ല മുട്ട മരാട്ടെ പോകത്തുള്ളൂ അല്ലേ? ഓഹോ വിഷ്ണു ആരാ മോനെന്നറിയോ? ഞാൻ കുടപ്പാറ എന്ന് പറയുന്ന സാധനം. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൂമിൻ്റെ അത്രയും മഴ അനയത്തില്ല കയറുന്നാട്ടാ. മഴ അനയത്തുമില്ല. കണ്ട വിഷ്ണു എത്തിയിടം കണ്ട. നമ്മൾ തിരിച്ചു പോവുകയാണ്. ഞാൻ കയറി. വിഷ്ണു ഇടിയപ്പോൾ ഞാൻ വേറോട്ടായി.